ഭരദ്വാജൻ തിരിഞ്ഞു നോക്കി. പിറന്ന മണ്ണ് വിട്ട് യാത്രയാവുന്നത് എത്രയായാലും വേദന തന്നെയാണ്. പക്ഷെ തീവ്രവേദനയിൽ പിടയുന്നവർക്ക് സാന്ത്വനമാകണമെങ്കിൽ ഒരു യാത്ര കൂടിയേ തീരൂ. പൊട്ടിയൊലിക്കുന്ന വ്രണത്തിലേക്ക് മന്ത്രവിശുദ്ധമാക്കിയ ശൂലം ആഴ്ത്തിയപ്പോൾ ഉയർന്ന അമ്മയുടെ ആർത്തനാദമാണ് ചെവിയിലാകെ. യജ്ഞകുണ്ഡത്തിൽ നിന്ന് കോരിയിട്ട തീക്കനലുകൾ കൊണ്ട് ദേഹം കത്തുമ്പോഴുള്ള അനുജന്റെ പിടച്ചിലാണ് കണ്ണുനിറയും. കാലങ്ങളായി തുടരുന്ന ആചാരങ്ങളാണ്. രോഗങ്ങൾ ദൈവകോപം മൂലമെന്നും രോഗികൾക്ക് അതികഠിന ശിക്ഷാവിധികൾ നൽകി ദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയാലേ അതെല്ലാവരിലേക്കും പടരുന്നത് തടയാനാകൂ എന്നുമാണ് വിശ്വാസം. ചുട്ടുപഴുത്ത ശൂലങ്ങളും തീക്കനലുകളും തിളച്ച എണ്ണയും കരിങ്കൽ ചീളുകളുമൊക്കെ അതിനുവേണ്ടി അവർ തയ്യാർ ചെയ്തു വെച്ചു. യജ്ഞകുണ്ഡങ്ങളിൽ മൃഗങ്ങൾ തലയറ്റു കിടന്നു. അന്ധവിശ്വാസം, അനാചാരം. ഭരദ്വാജൻ മാത്രമേ ശബ്ദമുയർത്തിയുള്ളൂ. ഏതൊരു പുസ്തകത്തിനും ഒരാത്മാവുണ്ട്. അതിലെ കഥയും പശ്ചാത്തലവും സന്ദർഭമൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ വായിക്കുമ്പോൾ മാത്രമാണ് ആ ആത്മാവിന് പുനർജീവൻ ലഭിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതൊരു പുസ്തകത്തിനും പുനർജീവൻ നൽകിക്കൊണ്ട് വായിക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. വോക്കോമാൻ സ്റ്റോറീസിലൂടെ വെറും 10 നാൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ഓഡിയോ ബുക്ക് റീഡിംഗ് ക്ലാസ്സിലൂടെ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്കിനി വായനയുടെ ലോകത്ത് വെച്ച് കണ്ടുമുട്ടിയാലോ.